പരിശുദ്ധ ബലിയിൽ ആരെല്ലാം സംബന്ധിക്കുന്നുവോ ആ ബലി കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിലും അവന്റെ കുടുംബത്തിലും കർത്താവിന്റെ അഭിഷേകമഴ പെയ്തിറങ്ങും. ആത്മാവിന്റെ അഭിഷേകമഴ പെയ്തിറങ്ങും. ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പകർഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് നീ വേഗം പോയി. സാത്താൻ അവന് പ്രമാണം പാലോ യോഹന്നാൻ പറയും, സാത്താൻ അവൻ്റെ ഉള്ളിൽ കയറുന്ന അവൻ കൃപാന സ്വീകരിച്ചവൻ അങ്ങനെ സാത്താൻ കയറുന്നു. അതിന് കാരണം എന്താ? അവൻ്റെ മക്കളെ ആര് പറഞ്ഞാലും ദേവാലയം വിട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ പലരും പറയും, പല പ്രബോധകർ പറയും, അവിടെ പോയി അഭിഷേകം കിട്ടും, ഇവിടെ പോയി അഭിഷേകം കിട്ടും, ആ കൂട്ടായ്മ അഭിഷേകം കിട്ടും, അവിടെയുണ്ട്, ഇതുണ്ട്, നല്ല വചനമൊക്കെ ഉണ്ടാകും. പക്ഷേ കാൽവരി ബലി നടക്കുന്നിടത്ത് മാത്രമേ ഈ പെരുമഴ സംഭവിക്കാറുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദേവാലയത്തെ പരിഹസിക്കരുത്, ദേവാലയം കച്ചവട സ്ഥലമാക്കരുത്, ദേവാലയത്തിന് കൊടുക്കണം, വില കൊടുക്കണം. ബലിപീഠത്തെ നിങ്ങൾ തമാശകൾ സ്റ്റേജ് ആക്കരുത്. പലവിധ പരിപാടികൾക്ക് വേണ്ടിയുള്ള സ്ഥാനമായിട്ട് ബലിപീഠത്തെ ഒരിക്കലും മാറ്റരുത്. ആ സ്ഥലത്തിന് ദൈവം കൊടുത്ത വില നീ കൊടുത്തിരിക്കണം. കൊടുത്തില്ലെങ്കിൽ ദൈവം നിന്നെ അവിടെ നിന്ന് ഇറക്കി വിടും. അപ്പനെ ചതിച്ചതിന്റെ, അമ്മയെ ചതിച്ചതിന്റെ, ഭാര്യയെ വഞ്ചിച്ചിട്ട്, ഭർത്താവിനെ വഞ്ചിച്ചിട്ട്, മക്കളെ വഞ്ചിച്ചിട്ട് നീ ബലിയിൽ പങ്കെടുക്കരുത്. അതിനൊക്കെ അപകടമായിട്ട് മാറും. അത് ഒറ്റ വിളിക്ക് ഈശോ എന്ന് വിളിക്കട്ടെ. കൃപ 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 പോര പോര കൃപ 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 പോര പോര ശലലല പോര ജീസസ് പവർ അഭിഷേകം. ഈശോ മിശിഹായുടെ കാൽവരി ബലി കഴിഞ്ഞതിന് 50 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പെരുമഴയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആ പെരുമഴയുടെ ഫലമാണ് ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനുമല്ല. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന് വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്ന അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. സ്തുതിച്ചേ മക്കളെ, സ്തുതിച്ചേ മക്കളെ, പര 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 ഉച്ചത്തെ വിളിക്കട്ടെ, ഈശോയെ വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. ആമേൻ. ഇതാണ് കാൽവരി ബലിയുടെ ഫലം. അതാണ് ഇന്നിവിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് ഈ സമയം മുഴുവനും നമ്മുടെ മേലും നമ്മുടെ കുടുംബയുടെ മേലും ആത്മാവിന്റെ വർഷം നടക്കുന്നുണ്ട്. കൈകളോട് ചെയ്യുമ്പോൾ നന്ദി പറ. പോരാ പോരാന്നേ വിശ്വസിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിലെ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ ബലിയിൽ ആരെല്ലാം സംബന്ധിക്കുന്നുവോ ആ ബലി കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിലും അവന്റെ കുടുംബത്തിലും കർത്താവിന്റെ അഭിഷേകമഴ പെയ്തിറങ്ങും. ആത്മാവിന്റെ അഭിഷേകമഴ പെയ്തിറങ്ങും. ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കുന്നത്. അത് ബലിയർപ്പണം കഴിയണം. ബലിയർപ്പണോട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ബലിയർപ്പണത്തിന് കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും എടുത്തിട്ട് പോകണം. അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് തലച്ചോറിന് വളർച്ച കുറവുണ്ട്, അല്ലെങ്കിൽ നെഞ്ചിന് അസുഖമുണ്ട്, ഹാർട്ടിന് പ്രശ്നമുണ്ട്, വളർച്ചക്കുറവുണ്ട്. ഡോക്ടർമാർ പറഞ്ഞു രക്ഷയൊന്നുമില്ല. നിങ്ങൾ കുർബാനയ്ക്ക് കൊണ്ടുപോകുക. കുർബാനയ്ക്ക് കൊണ്ടുപോയി ബലിപീഠത്തിൻ്റെ ചോട്ടിക്കൊണ്ട് കിടത്തുക. പ്രൈസ് ദി ലോർഡ്. മുന്നിൽ കൊണ്ടിടുക. എന്നിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ ബലിയർപ്പണത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയവും ജീവിതവും വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇവിടെ നിയമമുണ്ട്. ഇവിടെ ചിലർക്കുണ്ടാകുന്നത് ഇത് പലർക്കും കുർബാനയ്ക്ക് കുർബാന പോയിട്ട് അനുഭവം ഇല്ലാത്തതിൻ്റെ കാരണം അവർ പോകുന്നത് അത് യൂദാസ് പോകുന്ന പോലെ പോകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജൂഡാസ് പോകുന്ന പോലെ. ജൂഡാസ് അവിടെ ചെന്നൊരു കലാപരിപാടിയാണ്. അവനിതെല്ലാം കണ്ണിപ്പൊടിയുടെ സംഭവമാണ്. അവൻ്റെ ഉള്ളിൽ തിന്മയിരിക്കുക. അവൻ്റെ ഉള്ളിൽ കട്ടെടുത്ത അല്ലെങ്കിൽ സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തതിൻ്റെ 30 വെള്ളി നാണയം അവൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. ആ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് അവൻ അവിടെ കുർബാനയ്ക്ക് വേണ്ടി കർത്താവിന്റെ മക്കളെ കൈ നീട്ടുമ്പോൾ അവന്റെ പോക്കറ്റില് ഗുരുവിനെ വിറ്റതിന്റെ 30 വെള്ളി നാണയം കിടപ്പുണ്ട്. ഗുരുവിനെ വിറ്റതിന്റെ 30 വെള്ളി നാണയം കിടപ്പുണ്ട്. ശത്രുപക്ഷത്ത് നിൽക്കുന്നതിന്റെ ഇരിപ്പുണ്ട്. അവന്റെ ഉള്ളിൽ വ്യഭിചാരമുണ്ട്. അവന്റെ ഉള്ളില് അശുദ്ധി ഇരിപ്പുണ്ട്. അഹങ്കാരം ഇരിപ്പുണ്ട്. ഞാനെന്ന ഭാവം ഇരിപ്പുണ്ട്. അവന്റെ ഹൃദയത്തില് അവന്റെ പോക്കറ്റില് ഭാവം ഇരിപ്പുണ്ട്. ആയിരിക്കുന്നത് കൊണ്ടാണ് അതവൻ അതുകൊണ്ട് തിരിച്ചടി കിട്ടിയത്. തിരിച്ചടി കിട്ടി. അവന് തിരിച്ചടി കിട്ടി.
അവന് അടി കിട്ടിയ നല്ല അടിയായി പോയി. അവൻ്റെ അതുകൊണ്ടാണ് ബൈബിൾ അവൻ കുർബാന സ്വീകരിച്ചതിനെ തുടർന്ന് യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ വചനം പറയാം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. 13-ാം അധ്യായത്തിൻ്റെ 26, 27, 28 അവൻ ഈശോ പ്രതിവചിച്ചു, അപ്പക്കഷണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ അപ്പക്കഷണം മുക്കി ശിമയോൻ സ്കറിയാത്തയുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് നീ വേഗം പോയി. സാത്താൻ അവന് യോഹന്നാൻ പറയും, സാത്താൻ അവൻ്റെ ഉള്ളിൽ കയറുന്ന അവൻ കുർബാന സ്വീകരിച്ച അങ്ങനെ സാത്താൻ കയറുന്നു. അതിന് കാരണം എന്താ? അവൻ ഉള്ളിൽ കുർബാന. ഒരിക്കലും ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. സർവ്വത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് പറഞ്ഞു, അച്ഛൻ ഞാൻ ഒരിടത്ത് ധ്യാനത്തിന് പോയപ്പോൾ ഒരു കൗൺസിലർ എന്നോട് പറഞ്ഞു, ഈശോ വന്നിട്ട് കുർബാന ചേട്ടൻ്റെ നാവിലോട്ട് തരുന്നു. നാവിലോട്ട് കുർബാന സ്വീകരിക്കുമ്പോൾ നാവിലോട്ട് കയറി കുർബാന. അപ്പോൾ അവർ പറഞ്ഞു, ഈ നല്ല ദർശനമുള്ള നല്ല വരം കിട്ടിയ ആൾ പറയാണ്, കുർബാന നാവിലോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് മാലാഹ വരും. എന്തോ സംഭവമൊക്കെ ഇതങ്ങ് പറന്നു പോകുക. പിന്നെ താഴോട്ട് ഇറങ്ങിപ്പോന്നു. കറുത്തിയൊരു ചക്രം പോലെ സാധനമാണ് ഇറങ്ങിപ്പോന്നു. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ആ ദർശനം കിട്ടിയ ആൾക്ക് ദർശനം കിട്ടിയുള്ളൂ, പക്ഷെ എൻ്റെ അർത്ഥമോ വ്യാഖ്യാനോ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ ആൾ എൻ്റെ അടുത്ത് വന്നു. അച്ഛൻ ഇങ്ങനെ ഒരു കൗൺസിലർ പറഞ്ഞു. അച്ഛനും പറഞ്ഞിട്ടില്ല. ഇവിടെ കണ്ടപാടെ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഭാര്യയോട് കടുത്ത വെറുപ്പും വൈരാഗ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഓ അച്ഛാ, സ്വന്തം മാതാപിതാക്കൾ മുഴുവൻ വെറുപ്പിന്റെ മനുഷ്യനാണ്, പകയുടെ മനുഷ്യനാണ്. അപ്പൊ ഈ ഉള്ളടച്ചു വെച്ചിരിക്കുക. ഹൃദയം അടച്ചു വെച്ചാൽ പിന്നെ ഉണ്ടല്ലോ അത് പറന്നു പോകുള്ളൂ. ഹൃദയം തുറന്നിട്ടില്ല. അതാണ് വെളിപാട് 3:20. ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ അവന്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിക്കുകയും അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുകയും ചെയ്യും. അപ്പൊ ഹൃദയം തുറക്കുന്നില്ല. അപ്പോൾ അവനെ പറ്റിയത് അവൻ്റെ ഉള്ളിൽ തിന്മരിക്കുക. അപ്പോൾ ആ കല്ലിരിക്കുക, അത് മാറ്റണം. ഇതൊക്കെ മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, വ്യഭിചാരം, വഴിവിട്ട ബന്ധങ്ങൾ, ലോകബന്ധങ്ങൾ, ജഡിക പാപങ്ങൾ, സെക്ഷൽ സിൻസ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ജീവിക്കുമ്പോൾ മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, പകയോ വെറുപ്പ് ഇതെല്ലാം വെക്കുമ്പോൾ ഉണ്ടല്ലോ അവനിലേക്ക് തിന്മയുടെ ശക്തിയാണ്. സർവ്വ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസിനെ ശക്തമായിട്ട് പറയുന്നത്, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും അവന്റെ രക്തത്തിൽ പാനം ചെയ്യുകയും ചെയ്താൽ അവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നു. തന്റെ തന്നെ ശിക്ഷാവിധി. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ സർവ്വത്തിൽ ഹല്ലേലൂയ. ഒറ്റ വിളിച്ച് ഈശോയെന്ന് വിളിച്ച് പോര. ആമേൻ. അപ്പം വീണ്ടും അച്ഛൻ പറയാൻ പോവാ, കർത്താവിൻ്റെ കാൽവരി ബലി നടന്നു കഴിഞ്ഞപ്പോഴാണ് ആകാശത്തിൻ്റെ മേഘമാളികൾ തുറന്നുകൊണ്ട് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ശിഷ്യഗണത്തിന്മേൽ വന്ന് പെയ്തിറങ്ങി വീണത്. ഇതാണ് ബലിയുടെ ശക്തി. ഇതാണ്. അതുകൊണ്ട് മക്കളെ ആര് പറഞ്ഞാലും ദേവാലയം വിട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ പലരും പറയും, പല പ്രബോധകർ പറയും, അവിടെ പോയി അഭിഷേകം കിട്ടും, ഇവിടെ പോയി അഭിഷേകം കിട്ടും, ആ കൂട്ടായ്മ അഭിഷേകം കിട്ടും, അവിടെയുണ്ട്, ഇതുണ്ട്, നല്ല വചനമൊക്കെ ഉണ്ടാകും. പക്ഷേ കാൽവരി ബലി നടക്കുന്നിടത്ത് മാത്രമേ ഈ പെരുമഴ സംഭവിക്കാറുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കുരിശിൻ്റെ അതാണ്. അതുകൊണ്ട് ഈശോ ലോകാവസാനം വരെ ഇത് ചെയ്യാനായിട്ട് ഈശോ സഭയെ ഏൽപ്പിച്ചതിൻ്റെ കാരണം, ലോകാവസാനം വരെ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന മുഴുവൻ മക്കളുടെ മേലും കർത്താവിന് തൻ്റെ ആത്മാവിനെ വർഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ബലിയർപ്പണം ആവശ്യപ്പെട്ട് സർവ്വത്തിൽ പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ. ഏലിയാ പ്രവാചകൻ കർമ്മൽ മലയുടെ മുകളിൽ ബലിയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ വലിയൊരു മേഘം ഉണ്ടാകുക. ആകാശത്ത് മേഘം രൂപപ്പെട്ടു. അല്പം കഴിയുമ്പോൾ പെരുമഴ പെയ്തിറങ്ങി. ഇത് തന്നെയാണ് കാൽവരി കുരിശിൽ യേശു ക്രിസ്തു ബലിയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ 50 ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ അഭിഷേകം വന്നു. 50 അല്ല, ശരിക്കും പറഞ്ഞാൽ യേശു കാൽവരിയിൽ മരിച്ച സമയത്തൊരു പെരുമഴ ഉണ്ടായി. അതാണ് യേശുവിന് ചങ്കിൽ നിന്നുണ്ടാകുന്ന പെരുമഴ. ചോരയും ജലം ഒഴുകി. ചോര ജീവന്റെ അടയാളവാ, ജലം പരിശുദ്ധാത്മാവിന്റെ അടയാളവാ. അപ്പോഴാണ് അഭിഷേകം ഒഴുകിയത്. കാൽവരി ബലി കഴിഞ്ഞ ആ നിമിഷം തന്നെ. അതാണ് യോഹന്നാൻ 19:34. പടയാളികൾ ഒരുവൻ അവൻ്റെ ചങ്കിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ ചോരയും ജലം ഒഴുകി. ശരിക്കും നിങ്ങൾ പാഷാമത്തെ കാഴ്ച കാണുമ്പോൾ കാണാം, യേശുവിന് ചങ്കിലേക്ക് കുത്തുമ്പോൾ ഒരു പെരുമഴയാണ് ഇങ്ങോട്ട് പെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു പെരുമഴയാണ് പെയ്തിറങ്ങുന്നത്. അതാണ് ഓരോ ബലിയുടെ ശക്തി മക്കളെ, ഓരോ കുർബാനയുടെ ശക്തി. അതുകൊണ്ട് ദൈവമക്കളെ, കുർബാനയെ പരിഹസിക്കരുത്, ദേവാലയത്തെ പരിഹസിക്കരുത്, ദേവാലയം കച്ചവട സ്ഥലമാക്കരുത്, ദേവാലയത്തിന് കൊടുക്കണം, വില കൊടുക്കണം. ബലിപീഠത്തെ നിങ്ങൾ തമാശകൾ സ്റ്റേജ് ആക്കരുത്. പലവിധ പരിപാടികൾക്ക് വേണ്ടിയുള്ള സ്ഥാനമായിട്ട് ബലിപീഠത്തെ ഒരിക്കലും മാറ്റരുത്. ആ സ്ഥലത്തിന് ദൈവം കൊടുത്ത വില നീ കൊടുത്തിരിക്കണം. കൊടുത്തില്ലെങ്കിൽ ദൈവം നിന്നെ അവിടെ നിന്ന് ഇറക്കി വിടും.
ഒറ്റ വിളി വിളിച്ച് ഈശോയെന്ന് വിളിച്ചേ, ഒറ്റ വിളി ഈശോയെന്ന് വിളിച്ച്, ഒച്ചത്തെ വിളിക്ക് ഈശോയെന്ന് വിളിക്കട്ടെ, ഈശോയെന്ന് വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്തേ മക്കളെ. പോരാ 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 പോരാ. ഭയങ്കര അഭിഷേകം ഈ സമയത്ത്. സൗഖ്യങ്ങളും മുഴുവൻ യേശുക്രിസ്തു നാമത്തിൽ സംഭവിക്കട്ടെ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം അഭിഷേകം കിട്ടട്ടെ. ഒന്ന് എഴുന്നേറ്റ് മക്കൾ, ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് വിളിച്ചു. കർത്താവ് ഈ സമയത്ത് കൃപ തന്നിരിക്കും. ഇത് വിശ്വസിച്ച മക്കള്, അച്ഛൻ പറഞ്ഞ വചനം വിശ്വസിച്ച് കൃപാനിലേക്ക് ഹൃദയവും ജീവിതം തിരിച്ചു വിട്ടിരിക്കുന്ന മക്കള് പാപത്തിന്റെ മേഖല കളയണം. യൂദാസിനെ പോലും നീ ബലിയിൽ പങ്കെടുക്കരുത്. പോക്കറ്റിൽ 30 വെള്ളി നാണയം, സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തതിന്റെ, ചതിച്ചത്, സ്വന്തം അപ്പനെ ചതിച്ചതിന്റെ, അമ്മയെ ചതിച്ചതിന്റെ, ഭാര്യയെ വഞ്ചിച്ചിട്ട്, ഭർത്താവിനെ വഞ്ചിച്ചിട്ട്, മക്കളെ വഞ്ചിച്ചിട്ട് നീ ബലിയിൽ പങ്കെടുക്കരുത്. അതെനിക്ക് അപകടമായിട്ട് മാറുന്നത്. ഒറ്റ വിളി വിളിക്കും, ഈശോ എന്ന് വിളിക്കട്ടെ. കൃപ 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 പോര പോര കൃപ 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 പോര പോര ശലലല പോര. ജീസസ് പവർ അഭിഷേകം. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി കൈവെട്ടേന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോര 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 പോര. അഭിഷേകം വിട്ടെ. കൈകളടിച്ച് പാടാം. പോരാ പോരാ. കരങ്ങൾ ഉയർത്തി അടിക്കട്ടെ. ഈ സമയത്ത് അത്ഭുതം ഉണ്ടാകും. യേശുനാമത്തിൽ അച്ഛൻ പറയുന്നു, ഈ കൂട്ടായ്മയുള്ള മക്കൾ ആരെല്ലാം ഈ സ്ഥലത്തിന്റെ പരിസരത്ത് ഇപ്പോൾ അവർക്കെല്ലാം അനുഗ്രഹം കിട്ടിയിരിക്കും. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പഠിക്കേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. കരമുയർത്തി ഈശോയെ വിളിക്കട്ടെ. അഭിഷേകത്തോടെ കൈകളടിച്ച് പാടാം, കൈകളടിച്ച് പാടാം, കൈകളടിച്ച്. കരങ്ങൾ ഉയർത്തി അടിച്ച് പോരാ. കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ, ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ, കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ, ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ, അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും പകരണമേ, അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും പകരണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പഠിക്കേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. കരമുയർത്തി ഈശോയെ. അഭിഷേകം.